ഗൈസ് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഞാൻ എന്തൊരു വീഡിയോ ചെയ്യണം. അതായത് ഇന്നത്തെ എല്ലാ വണ്ടികളും കേട്ടോ. ഇന്ന് തന്നെ ഞാനൊരു ഫോർച്യൂണറിൻ്റെ വീഡിയോ ഇട്ടിട്ടുള്ളത് ഇന്ന് തന്നെ ഷൂട്ട് ചെയ്തതാണ്. ഇതും നമുക്ക് കൊടുക്കാൻ തൃശ്ശൂർ വന്നിട്ടുള്ളൊരു വണ്ടിയാണ്. വണ്ടി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത് ഏതാണ്. പക്ഷേ ഇത് വെറും പോളോ അല്ല, പോളോ GT TSI പെട്രോൾ ഓട്ടോമാറ്റിക് എഞ്ചിൻ വരുന്ന വണ്ടിയാണ്. അതും GT സാക്ഷാൽ GTനെ കയ്യിൽ കിട്ടാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. കാരണം ഇപ്പം GT അതായത് പോളോ GT ഏത് വണ്ടി നോക്കി കഴിഞ്ഞാലും പ്രീമിയം ആയിട്ടുള്ള മോഡലുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ 9 ലക്ഷം 10 ലക്ഷം ഒക്കെയാണ് എല്ലാവരും ചോദിക്കണത്. ഈ വണ്ടിക്ക് ആസ്ക് ചെയ്യണ പ്രൈസ് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറഞ്ഞുതരാം. അത്രയും നെഗോഷ്യബിൾ പ്രൈസിലാണ് ഈ വണ്ടി ഇവർ ആസ്കിങ് പ്രൈസ് ഉള്ളൂ. അതും അതിൽ നിന്നും നെഗോഷിയേറ്റ് ചെയ്ത് തരാൻ തയ്യാറാണ്. തൃശ്ശൂർ ടൗണിൽ നിങ്ങൾ വന്നാൽ മതി ഈ വണ്ടി കാണണമെന്നുണ്ടെങ്കിൽ. ടൗണിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ് ഇവരുടെ വീട് വരണേ. ഞാൻ അഗെയിൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചാനലിലുള്ള വീഡിയോസ് കംപ്ലീറ്റും ഷോറൂമുകളിൽ നിന്നല്ല, നമ്മൾ കൂടുതലും പേഴ്സണൽ പാർട്ടികളുടെ വീടുകളിൽ പോയിട്ടാണ് നമ്മൾ ഈ വണ്ടി ഓരോ വണ്ടികൾ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നേരിട്ട് അവരുടെ വീട്ടിൽ വന്ന് ഡയറക്റ്റ് RC ഓണറുമായി സംസാരിച്ച് നെഗോഷിയേറ്റ് ചെയ്ത് വണ്ടി വാങ്ങാനുള്ള സൗകര്യം ഉള്ള ഏക പേജ് നമ്മുടെ ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. കാരണം ഒരുപാട് നമ്മൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കിലൊക്കെ റീൽസും അല്ലെങ്കിൽ കാറുകളുടെയും കാണുന്നുണ്ടെങ്കിൽ അവരൊക്കെ ചെയ്യണത് ഷോറൂമുകളിലായിരിക്കും. നമ്മൾ പേഴ്സണൽ പാർട്ടികളെ ഫോക്കസ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ ചെയ്യണത്. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും വണ്ടികൾ പ്രീമിയം കൊടുക്കാണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ വന്ന് ഫ്രീ ആയിട്ട് ഷൂട്ട് ചെയ്തെന്ന് സെയിൽ ചെയ്ത് തരാം. സെയിൽ നടന്നാൽ മാത്രം എനിക്ക് എന്തെങ്കിലും പേയ്മെൻറ്റ് തന്നാൽ മതി. ഓക്കെ, സോ ഇതിൻ്റെ വിശേഷങ്ങളിലേക്ക് വരുമ്പോൾ 2004 എന്ന് പറയുന്നൊരു നല്ല നമ്പറാണ് വരുന്നത് വണ്ടിക്ക്. പിന്നെ കൂൾ ഫിലിം ഒട്ടിച്ചിട്ടുള്ള കാരണം തന്നെ വണ്ടി കാണാനൊരു പ്രത്യേക ലുക്ക് തന്നെ വരുന്നത്. അലോയ്സ് നമ്മുടെ GTയുടെ അലോയിൽ പിന്നെ പറയണ്ടല്ലോ, അത്രയും നല്ല നീറ്റായിട്ടുള്ള അലോയിലാണ് GTയുടെ. 2015 ഈ വണ്ടിയുടെ മോഡൽ വരുന്നത്. ഇനി ഇൻറ്റീരിയറിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ കമ്പനി അന്ന് വരുന്ന അതേ സീറ്റാണ് അവരിപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. വേറെ സീറ്റ് കവർ ചെയ്തിട്ടില്ല. ബോട്ടം പ്ലെയിൻ ആയിട്ടുള്ള ഈ സ്റ്റിയറിംഗ് വരുന്നുണ്ട്, സ്റ്റിയറിംഗ് കൺട്രോൾ. പിന്നെ ഇതിന് എക്സ്ട്രാ എനിക്ക് തോന്നുന്നത് ചെയ്തിട്ടുള്ളൊരു ആംബിയൻ ലൈറ്റ് അല്ല, ഇത് എന്തോ ഒരു റെഡ് കളറിൽ സ്ട്രിപ്പ് വെച്ചിട്ടുള്ളതാണ്. പക്ഷേ പെട്ടെന്ന് കാണുമ്പോൾ ഒരു ആംബിയൻ ലൈറ്റിൻ്റെ ഫീൽ കിട്ടുന്നത്, പക്ഷേ ഇതൊരു സ്ട്രിപ്പ് ആഡ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ GT TSIയുടെ ആ ഒരു ബാഡ്ജിങ് കയറിനോടത്തും കാണാൻ പറ്റും. അതിൻ്റെ ഗിയർ ബോക്സിനെ പറ്റി പിന്നെ പറയണ്ടല്ലോ, അത്രയും അതായത് ട്രാൻസ്മിഷൻ ഒട്ടും ഫീൽ ചെയ്യാത്ത രീതിയിലുള്ള, അതായത് ഗിയർ മാറണതൊന്നും അറിയില്ല. ചില വണ്ടികളെന്ന് പറഞ്ഞാൽ ഗിയർ മാറിയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിൽക്കും. പക്ഷേ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഗിയർ വളരെ സ്മൂത്തായിട്ട് ചേഞ്ച് ആയി പോണത്. അത്രയും പക്കയാണ് ഈ വണ്ടിയുടെ കാര്യങ്ങൾ. ഇനി ബാക്കിലേക്ക് വരാണെങ്കിലും അത്യാവശ്യം ഇൻറ്റീരിയർ നീറ്റാണ്. കാരണം ഇത്രയും കൊല്ലം പഴക്കൊന്നും വണ്ടി പുറമെന്ന് കാണുമ്പോഴോ ഇൻറ്റീരിയർ കാണുമ്പോഴോ ഒന്നും പറയില്ല. സോ ഈ വണ്ടി കിടക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ടൗണിൽ നിന്ന് മാറിയിട്ട്, ടൗണിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ മാറിയിട്ടുള്ളൊരു ലൊക്കേഷനിലാണ് കിടക്കുന്നത്. അതായത് അരിമ്പൂർ എന്നൊക്കെ പറയും, ചിലപ്പോൾ തൃശ്ശൂരിലുള്ള ആൾക്കാർക്ക് അറിയായിരിക്കും. അപ്പോൾ ഈ വണ്ടി കാണുന്നുണ്ടെങ്കിൽ അവർ വീട്ടിൽ നേരിട്ട് പോയി കാണാൻ പറ്റും. താഴെ കാണുന്ന നമ്പറിൽ വേഗം തന്നെ കോൺടാക്ട് ചെയ്യുക. കൂടുതൽ വണ്ടികളുടെ, അതായത് യൂസ്ഡ് കാറിൻ്റെ വിശേഷങ്ങൾക്കും ഇതുപോലെയുള്ള വീഡിയോസിനും വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേഗം നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഈ വീഡിയോ അയച്ചു കൊടുക്കുക. സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്, കുറച്ചും കൂടെ സപ്പോർട്ട് ചെയ്താലാണ് നാട്ടിലെ ഓരോ വീടുകളിലും ഞങ്ങൾ ഈ വെയിലത്ത് ഇറങ്ങിയിട്ട് ഓരോ വണ്ടികൾ ഷൂട്ട് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുക. അപ്പോൾ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ഡീൽ ഞാൻ പെട്ടെന്ന് നടത്തി തരാം കേട്ടോ. താങ്ക് യു, ബൈ.